എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്പാനിഷ് ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സ്പാനിഷ് ബ്രെഡ് എന്ന് അധികം പേരും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഈ ഒരു ബ്രെഡ് അടിപൊളിയായിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് റോളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ബ്രെഡിനെക്കാട്ടിൽ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡിന് വേണ്ടിയിട്ടുള്ള ബ്രെഡിൻ്റെ മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് 1 ടീസ്പൂൺ തന്നെ ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെറു ചൂടുവെള്ളത്തിലും പഞ്ചസാരയിലും ഇട്ട് ഫെർമെൻ്റ് ആക്കിയിട്ട് വേണം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുട്ട ബീറ്റ് ചെയ്തത് ഒന്ന് മാറ്റി വെക്കുക. നമുക്ക് അവസാനം ഈ ഒരു ബണ്ണിലൊന്ന് എഗ് വാഷ് ചെയ്യാനാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 125 മില്ലി പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചൂടുള്ള പാലാണ്. ചെറിയ ചൂടുള്ള പാൽ തന്നെ ഇതിലേക്ക് ചേർക്കണം. അപ്പോഴാണ് ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ആകുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് ടൈറ്റായിട്ടുള്ളൊരു മാവല്ല, കുറച്ച് ലൂസായിട്ടുള്ള മാവാണ്. എത്ര മാവ് ലൂസാകുന്നോ അത്രയും സോഫ്റ്റായിട്ട് നിങ്ങളുടെ ബൺ കിട്ടും. അപ്പോൾ ഇതൊരു തടുത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് കൈവച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ബ്ലെൻഡറിലോ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് ഇത് കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നമുക്ക് കിട്ടുക. അപ്പോൾ മെഷീൻ ഇല്ലാത്തവർ കൈവച്ചിട്ട് കുഴച്ചാൽ മതി. 10 മിനിറ്റെങ്കിലും മിനിമം ഇത് കുഴക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ കിട്ടുക. കൈവച്ചിട്ട് കുഴയ്ക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ട് അത് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മൾ 15 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അത് ഉരുട്ടിയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ മാറ്റി വെക്കേണ്ടി വരും. നിങ്ങളുടെ സ്ഥലത്തെ ചൂടനുസരിച്ചിട്ട് ഈ ഒരു സമയം വേരി ചെയ്യാം. ഇതെന്തായാലും ഡബിളായി വരുന്നവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പില്ലാത്ത 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ കട്ടിയായിട്ടുള്ളതോ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയുമ്പോൾ ബ്രൗണോ വൈറ്റോ ഇത് വേണമെങ്കിൽ എടുക്കാമെന്നാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള സ്പാനിഷ് ബ്രെഡിൽ ബ്രൗൺ ഷുഗറാണ് എടുക്കുന്നത്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോസ് പാനിൽ ചെറു തീയിലിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൗളിലെടുത്തിട്ട് മൈക്രോവേവ് ചെയ്യാൻ പോകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സോസ് പാനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെറു തീയിലിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ഫ്രഷ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി അതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി. ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ്. ഒരുപാട് അങ്ങോട്ട് വെട്ടിത്തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ ഒരു ബട്ടർ ഒന്ന് ചെറുതായിട്ട് ഉരുകി വരണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു ബ്രെഡിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ബ്രെഡ് മിക്സിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിലാണ്, അതായത് ബ്രെഡ് ക്രംസ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതാണെങ്കിലും കുഴപ്പമില്ല. ബ്രെഡ് ക്രംസ് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 വലിയ സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഇതിലൊന്ന് മിക്സായി വരണം. നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് കട്ടിയിൽ വേണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസല്ല, ഒരുപാട് കട്ടിയിലും അല്ല, അത്ര ഒരു രീതിയിൽ നമ്മളിത് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ബേക്ക് ചെയ്യുന്നത് നോക്കാം. മാവ് ഇവിടെ നന്നായിട്ട് ഡബിളായി വന്നിട്ടുണ്ട്. ഒരു 2 മണിക്കൂറാണ് ഞാനിത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഫില്ലിങ് ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പോൾ കുഴയ്ക്കാൻ നേരത്ത് കുറച്ച് പൊടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കൈ വെച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒന്ന് കളയുക. ഇതിന് ഒരുപാട് ഇട്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. എയർ ബബിൾസ് ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈക്വൽ സൈസിലുള്ള ഉരുളകളാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 12 ബണ്ണാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉരുളകളാക്കിയാൽ മതി. നമ്മൾ ഇതിലേക്ക് ഇനി ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുമ്പം അത്യാവശ്യം വലിയ ബണ്ണുകളാക്കി നമുക്ക് കിട്ടും. അപ്പം നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ എയർ ബബിൾസ് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് നല്ല റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് ഒരു നൈഫ് വെച്ചിട്ട് നമുക്ക് ഈക്വൽ സൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നീളത്തിലാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു ചെറിയ ഉരുള എടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. പരത്താന്ന് വെച്ചാൽ ഇത് കുറച്ച് നീളത്തിലാണ് പരത്തേണ്ടത്. അപ്പം കുറച്ച് നീളത്തിലൊന്ന് പരത്തുക. ഇപ്പോൾ നമ്മൾ നീളത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ഈ ഒരു മാവിൻ്റെ ഏറ്റവും താഴെയിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഇതെങ്ങനെയാണ് റോൾ ചെയ്യുന്നത് നോക്കാം. റോൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതുപോലെ അങ്ങ് റോൾ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കുക. അതിന് മുൻപായിട്ട് നമ്മൾ റോൾ ചെയ്തതിന് ശേഷം ഇത് വീണ്ടും കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള സ്പാനിഷ് ബ്രെഡ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് വീണ്ടും ഒരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. റെസ്റ്റിനായിട്ട് മാറ്റി വെക്കുമ്പോൾ ഇതിന് മുകളിലായിട്ട് ഒരു നനഞ്ഞ ടവൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതുപോലെ നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് 180 ഡിഗ്രിയിൽ അവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതുപോലെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയം മതി. ഞാനിവിടെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് 18 മിനിറ്റിലാണ്. 18 മിനിറ്റ് തന്നെ വേണ്ട, 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ട് റെഡിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ നിറം വേണമെന്നുണ്ടെങ്കിൽ 18 മിനിറ്റ് ബേക്ക് ചെയ്യുക. അതിനെക്കാട്ടിലും കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു കളറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഒരു വ്യൂവറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ചെയ്തിട്ടുള്ളത്. എനിക്കിങ്ങനെ ഒരു ബ്രെഡിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്